നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂതിരക്കണ്ണി വലിയപാടം SNDP സ്കൂൾ 61ാം വാർഷികവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. വർഷത്തെ അധ്യാപന ജീവിതത്തോട് വിട പറയുന്ന നമ്മുടെ മിനി ടീച്ചർക്കുള്ള ഉപഹാരം. പുതുക്കാട് MLA KK രാമചന്ദ്രന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം KSRTC ബസ് കണ്ടക്ടർക്ക് ജീവൻ തിരികെ കിട്ടി. സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലെ ആദ്യത്തെ AI ക്യാമ്പസ് ആണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ അരവിന്ദ്. കയർ വികസന വകുപ്പും തൃശൂർ കയർ പ്രൊജക്ട് ഓഫീസും സംയുക്തമായി കയർ ഭൂവസ്ത്ര വിധാന ജില്ലാതല ഏകദിന സെമിനാർ നടത്തി. പ്രതിഷേധങ്ങൾ ഫലം കണ്ടു. അങ്ങാടിക്കടവ് അടിപ്പാതയുടെ ടാറിംഗ് ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. മൂതിരക്കണ്ണി വലിയപാടം SNDP സ്കൂൾ 61ാം വാർഷികവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. SNDP ചാലക്കുടി യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ മുഖ്യാതിഥിയായി. വിരമിക്കുന്ന അധ്യാപിക MV മിനിമോൾക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CV ആന്റണി, PP പോളി, സ്കൂൾ മാനേജർ ഷാജി തട്ടാശ്ശേരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആനി ജോയ്, KS രാധാകൃഷ്ണൻ, PP വിഷ്ണു, മൂതിരക്കണ്ണി അമ്മമഠം കോർഡിനേറ്റർ ഷീല കുര്യാക്കോസ്, ക്ഷേത്രം മേൽശാന്തി ശെൽവൻ ശാന്തി, പ്രധാനാധ്യാപിക റീന ആന്റണി, PTA പ്രസിഡന്റ് KB വിജേഷ്, മാതൃസംഗമം പ്രസിഡന്റ് ഹസീന നിഷാബ്, സ്കൂൾ ലീഡർ ഇവാനിയ അനീഷ് എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. വലിയപാടം SNDP സ്കൂൾ 61ാമത് വാർഷികം ആഘോഷിക്കുക. നമ്മുടെ നാടിനെ സാമൂഹ്യ നവോത്ഥാനത്തിലേക്ക് നയിച്ച, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടിച്ച് ശക്തരാകുക എന്ന ഉപദേശം നൽകി നമ്മുടെ നാടിന് മാറ്റം കൊണ്ടുവന്നത്. ലോകത്തെ ഏറ്റവും ശക്തമായ ആയുധം ഏതാണെന്ന് ചോദിച്ചാൽ അത് വിദ്യാഭ്യാസമാണ്. നമുക്കറിയാം, ഇന്ന് മൂതിരക്കണ്ണിയും നമ്മുടെ ഈ പ്രദേശവും ഒക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അടിസ്ഥാന ഘടകമായി പ്രവർത്തിച്ചത് നമ്മുടെ ഈ വിദ്യാലയമാണ്. ഈ 61 വർഷം എന്ന് പറയുമ്പോൾ 61 തലമുറകളെ വളർത്തിയെടുത്ത ഒരു വിദ്യാലയമാണ് നമ്മുടെ ഈ സ്കൂള്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന്. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ ഫെബ്രുവരി 7 മുതൽ 10 വരെ നടക്കുന്ന തിരുനാൾ ആഘോഷങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് ബന്ധപ്പെട്ടവരുടെ ആലോചന യോഗം ചേർന്നു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. വികാരി ഫാദർ വർഗീസ് പാത്താടൻ, നഗരസഭാ ഉപാധ്യക്ഷ ആര്യ ഷിബു, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തടൻ, പോലീസ്, ആരോഗ്യം, വൈദ്യുതി തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ചുകൊണ്ടിരിക്കുക. പള്ളിയിലുള്ള ആവശ്യമായ നടത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന 2.5 മാസമായി വിവിധങ്ങളായ ഒരുക്കങ്ങളും കമ്മിറ്റികളും രൂപീകരിച്ച് പള്ളിയുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇത് ധാരാളം ജനം ഒരുമിച്ച് കൂടുന്നതുകൊണ്ട് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ചാലക്കുടിക്കാരായ നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് MLAയുടെ നേതൃത്വത്തിൽ നമുക്ക്
വകുപ്പുകളെയും പള്ളിയും എല്ലാ വകുപ്പുകളും അതുപോലെ ഈ തിരുനാൾ ചാലക്കുടിയുടെ ദേശീയ ഉത്സവമാണ് എൻ്റെ പെരുന്നാൾ. എല്ലാ വർഷവും വളരെ ആഘോഷമായി ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുന്ന വലിയ പെരുന്നാൾ. ആ പെരുന്നാൾ ഭംഗിയാക്കാനായിട്ട് നമ്മുടെ ചാലക്കുടിയുടെ പൊതുസമൂഹവും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുമൊക്കെ എല്ലാ വർഷവും ഇതുപോലെ യോഗം കൂടി ഒരുക്കങ്ങൾ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഒരാഴ്ച നമ്മൾ 7 പ്രാവശ്യങ്ങളിൽ വീണ്ടും ഇത് കഴിഞ്ഞ ശേഷം പോയി നമ്മൾ തീ അടയ്ക്കാനായിട്ട് പോയി പ്രയത്നിക്കുന്നതായിട്ടുള്ളത് അത് അറിയാം കണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ തുടക്കത്തിൽ തന്നെ അതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ട് മാത്രം എടുത്തിട്ട് ഗ്രൗണ്ടുകൾ പൊട്ടിക്കണമെന്ന് അപേക്ഷിക്കണം. അത് നമുക്ക് പ്രധാനമായിട്ടും അതെല്ലാം JCB വെച്ച് വാരി കൃത്യമായിട്ട് അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം മാത്രം ഗ്രൗണ്ട് ക്ലിയർ ചെയ്തതിന് ശേഷം പൊട്ടിക്കണം. ചാലക്കുടിയുടെ ദേശീയോത്സവമായ വിശുദ്ധ സെബസ്ത്യാൻ സഹോദരന്റെ തിരുനാൾ ആഗ്രഹമായതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ചാലക്കുടി നഗരസഭ ഇന്നലെ അതുമായി എല്ലാ ജനപ്രതിനിധികളും ആരോഗ്യ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. ബഹുമാനപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ DV ദിനേശോടിയുണ്ട്. പുതുക്കാട് MLA KK രാമചന്ദ്രന്റെ അവസരോചിതമായ ഇടപെടൽ മൂലം KSRTC ബസ് കണ്ടക്ടർക്ക് ജീവൻ തിരികെ കിട്ടി. തൃശൂർ ടൗൺ ഹാളിൽ നടത്തിയ സെമിനാർ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. തൃശൂർ MGNREGS JD ആൻഡ് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ R. രാഹേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ 2023-2024 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ കയർ ഭൂവസ്ത്രം വിതരിച്ച 5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആദരിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ കയർ ഭൂവസ്ത്രം വിതരിച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം പഞ്ചായത്തുകൾക്ക് മന്ത്രി K. രാജൻ ഉപഹാരം നൽകി ആദരിച്ചു. കയർ ഭൂവസ്ത്ര വിധാനത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഇൻസ്ട്രക്ടർമാരായ നാട്ടികയിലെ KS പ്രിയ, EK ഷൈനി, KK ജോർജൻ, PV ആയിഷ എന്നിവരും മന്ത്രിയിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടന്ന സെമിനാറിൽ തിരുവനന്തപുരം നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സയന്റിസ്റ്റ് CB ജോയ്, ആലപ്പുഴ കയർ കോർപ്പറേഷൻ സെയിൽസ് മാനേജർ അരുൺ രാമചന്ദ്രൻ എന്നിവർ ടെക്നിക്കൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കയർ വികസന വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന കയർ വികസന പദ്ധതിയാണ് കയർ ഭൂവസ്ത്ര വിധാന പദ്ധതി. കുറഞ്ഞ ചെലവിൽ പരിസ്ഥിതി സൗഹാർദ്ദമായി പ്രകൃതിദത്ത നാരിലൂടെ നിർമ്മിക്കുന്ന കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് കൃഷി, മണ്ണ്, ജലസംരക്ഷണം, റോഡ് നിർമ്മാണം എന്ന ആശയമാണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. പദ്ധതി നടപ്പാക്കുന്നതിലൂടെ പ്രത്യക്ഷമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകും. സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലെ ആദ്യത്തെ AI ക്യാമ്പസ് ആണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു. AI ഉപയോഗത്തിലൂടെ വൈജ്ഞാനിക സമൂഹത്തെ വളർത്തിയെടുക്കാൻ എല്ലാ വിദ്യാർത്ഥികളും പരിശ്രമിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിനെ ഇന്റൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർട്ടിഫൈഡ് ക്യാമ്പസായി ഉയർത്തുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. യുവാക്കൾക്ക് സർഗാത്മകമായ സംവേദനത്തിൽ നിലനിൽക്കുന്ന ആശയങ്ങൾ അവരുടെ സർഗമുഖത്ത് വൈജ്ഞാനികമായ ആശയങ്ങളുടെ ചക്രവാളങ്ങൾ വികസിപ്പിക്കുന്നതിന് AI ഇന്നവേഷൻ സഹായിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലോകോത്തര ബ്രാൻഡുകളായ ഇന്റലും ഡെല്ലും സഹൃദയമായി സഹകരിച്ച ആധുനിക സാങ്കേതിക വിദ്യയിൽ മികവാർന്ന AI സെന്ററോടുകൂടി സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമ്പസായി. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടിന്റെ അധ്യക്ഷത വഹിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും CEOയുമായ PR ശേഷാദ്രി മുഖ്യപ്രഭാഷണം നടത്തി. സഹൃദയ കോളേജിനെ കേരളത്തിലെ ആദ്യ ഇന്റൽ സർട്ടിഫൈഡ് AI ക്യാമ്പസായി ഡെല്ലിന്റെ പ്രതിനിധി അഷിത് ശിവനാഥൻ പ്രഖ്യാപിച്ചു. കേരളത്തിൽ ആദ്യമായി എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലെയും വിദ്യാർത്ഥികൾക്കായി AI സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നടപ്പാക്കിയ ക്യാമ്പായി സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് മാറി. കൂടാതെ 25 അധ്യാപകർ ഇന്റൽ പരിശീലനത്തിൽ പങ്കെടുത്തു. സർട്ടിഫൈഡ് ഫെലിസിറ്റേറ്റർമാരായി. ഈ ചടങ്ങിൽ വെച്ച് AI സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കിയ ആദ്യ ബാച്ചിലെ 350ഓളം വിദ്യാർത്ഥികൾക്കും പരിശീലനം പൂർത്തിയാക്കിയ അധ്യാപകർക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. PG ഡിപ്ലോമ ഇൻ ഡാറ്റ
സയൻസ് ആൻഡ് ഇന്റലിജൻസ് സിസ്റ്റത്തിന്റെ ബ്രോഷറിന്റെ മുഖ്യ പ്രകാശനവും മെഡ്സൽ കമ്പനിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ആൻഡോ ചുങ്കത്ത്, ഡയറക്ടർ ഡോക്ടർ ലിയോൺ ഇട്ടിയച്ചൻ, പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള തുടങ്ങിയവർ സംസാരിച്ചു. Institutions' dedication, innovation, knowledge and advancement. I would like to take this opportunity to congratulate all the students and faculty who have qualified to receive Intel AI certificates today. I wish you all the best in your future endeavors. And we have no doubt that it will continue to reach new heights under your... കയർ വികസന വകുപ്പും തൃശൂർ കയർ പ്രൊജക്ട് ഓഫീസും സംയുക്തമായി കയർ ഭൂവസ്ത്ര വിധാന ജില്ലാതല ഏകദിന സെമിനാർ നടത്തി. തൃശൂർ ടൗൺ ഹാളിൽ നടത്തിയ സെമിനാർ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. തൃശൂർ MGNREGS JD ആൻഡ് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ R രാഹേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ 2023-2024 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ കയർ ഭൂവസ്ത്രം വിതരിച്ച 5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആദരിച്ചു. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ കയർ ഭൂവസ്ത്രം വിതരിച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം പഞ്ചായത്തുകൾക്ക് മന്ത്രി കെ രാജൻ ഉപഹാരം നൽകി ആദരിച്ചു. കയർ ഭൂവസ്ത്ര വിധാനത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഇൻസ്പെക്ടർമാരായ നാട്ടികയിലെ KS പ്രിയ, EK ഷൈനി, KK ജോർജൻ, PV ആയിഷ എന്നിവരും മന്ത്രിയിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടന്ന സെമിനാറിൽ തിരുവനന്തപുരം നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സയന്റിസ്റ്റ് CB ജോയ്, ആലപ്പുഴ കയർ കോർപ്പറേഷൻ സെയിൽസ് മാനേജർ അരുൺ രാമചന്ദ്രൻ എന്നിവർ ടെക്നിക്കൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കയർ വികസന വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന കയർ വികസന പദ്ധതിയാണ് കയർ ഭൂവസ്ത്ര വിധാന പദ്ധതി. കുറഞ്ഞ ചെലവിൽ പരിസ്ഥിതി സൗഹാർദ്ദമായി പ്രകൃതിദത്ത നാരിലൂടെ നിർമ്മിക്കുന്ന കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് കൃഷി, മണ്ണ്, ജലസംരക്ഷണം, റോഡ് നിർമ്മാണം എന്ന ആശയമാണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. പദ്ധതി നടപ്പാക്കുന്നതിലൂടെ പ്രത്യക്ഷമായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകും. ഗവൺമെന്റ് ഫെബ്രുവരി മാസത്തിൽ ഞാൻ കൂടി പങ്കെടുക്കുന്ന ഒരു യോഗം ഉണ്ടെന്നറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ 9 പേർ വന്നത് നവംബർ മാസത്തിൽ 175 mm മഴ പെയ്ത 15 വർഷത്തെ മഴാനുഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ പത്തനംതിട്ട ജില്ലയിൽ ഈ 9 പഞ്ചായത്തുകളെ 3 മാസക്കാലം കഴിഞ്ഞപ്പോൾ ഡ്രോട്ടായി പ്രഖ്യാപിക്കണമെന്നും ഡ്രോട്ടായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ കുടിവെള്ള വിതരണത്തിന് ലോറിക്ക് പണം കൊടുക്കാൻ STRFന്റെ പണം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന പ്രയാസങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. മഴ ധാരാളമായി പെയ്യുന്നുണ്ട്, പക്ഷെ അങ്ങനെ പെയ്യുന്ന മഴ മണിക്കൂറുകൾക്കകം അറബിക്കടലിൽ എത്തിച്ചേരലല്ലാതെ മഴയിലൂടെ പെയ്ത സമൃദ്ധമായിട്ടുള്ള വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും വളരെ വിരളമായി ഇവൻക്കിടയിലൂടെ മുന്നോട്ട് പോകുന്നു. മന്ത്രിമാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ തിങ്കളാഴ്ച മുതൽ കടയടപ്പ് സമരവുമായി മുന്നോട്ടു പോകുമെന്ന് റേഷൻ വ്യാപാരികൾ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കമ്മീഷൻ വർദ്ധിപ്പിക്കാൻ ആകില്ലെന്ന് മന്ത്രി ചർച്ചയിൽ അറിയിച്ചു. വേതന പരിഷ്കരണ കമ്മിറ്റിയുടെ ശുപാർശകൾ റേഷൻ വ്യാപാരികളുമായി ചർച്ച ചെയ്യാമെന്നും മന്ത്രി പറഞ്ഞു. സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് മന്ത്രിമാർ ആവശ്യപ്പെട്ടെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ജനുവരി 27 മുതൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി. ധനകാര്യമന്ത്രി 5 മിനിറ്റ് പോലും ചർച്ചയിൽ പങ്കെടുത്തില്ലെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി. വേതന പാക്കേജ് പരിഷ്കരിക്കുക, ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ധനമന്ത്രി KN ബാലഗോപാൽ, ഭക്ഷ്യമന്ത്രി GR അനിൽ എന്നിവരാണ് വ്യാപാരികളുമായി ചർച്ച നടത്തിയത്. ഇനിയൊരു ഇടവേള.